ഈ ഈ തെരുവോരത്ത് നിന്ന് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വലിയവനായ കർത്താവ് എനിക്ക് തന്ന വലിയൊരു ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ലിജു എന്നാണ്. ഞാൻ അന്തകൂട് ഭാഗത്തുനിന്ന് കടന്നു വരുന്നതാണ്. എൻ്റെ പഴയകാല ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. അനേകം കൂട്ടുകെട്ടുകൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ വളരെയധികം മദ്യപിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മദ്യപിക്കുകയും ധാരാളം അടികളും കൂലിത്തല്ലുകളും ഉണ്ടാക്കിയിരുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ആരും എൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുവാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. കാരണം അന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യുവാനും യാതൊരു മടിയും ഇല്ലായിരുന്നു. അത്രത്തോളം ബലമായിരുന്നു എനിക്ക് എൻ്റെ കൂട്ടുകാർ. സ്തോത്രം. അങ്ങനെ ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും എല്ലാം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ മദ്യത്തിനോ അല്ലെങ്കിൽ ഈ പുകവലിക്കോ ഒരു മയക്കുമരുന്നിനോ ഒന്നും എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കർത്താവിനെ അറിയുവാൻ ഇടയായി. കർത്താവിൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തു, വലിയ അത്ഭുതങ്ങളെ ചെയ്തു. മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നെല്ലാം വിടുതൽ നൽകി, ദൈവത്തെ അറിയുവാൻ നല്ലൊരു അവസരം നൽകി. ഞാൻ അതിനെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞു ദൈവപൈതലായി ജീവിക്കുന്ന കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അസുഖം വരുവാനിടയായി. എൻ്റെ 2 കിഡ്നിയും തകരാറിലായി. ഡോക്ടർമാർ വിധി എഴുതി, ഇനി മുന്നോട്ട് ജീവിച്ചിരിക്കുന്നത് പാടാണ്, ഒന്നുകിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 62ഓളം ഡയാലിസിസുകൾ ചെയ്യുവാനിടയായി. ഞാൻ മരണത്തെ മുഖാമുഖം കാണുന്നൊരവസ്ഥ വന്നു. ട്രാൻസ്പ്ലാന്റിലൂടെ ഈ രോഗത്തിനൊരു വിടുതലുള്ളൂ ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ട്രാൻസ്പ്ലാന്റിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റിയൊരു അവസരമല്ലായിരുന്നു. കാരണം എൻ്റെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ പിതാവിനോ ഒരു ഉപജീവനമാർഗം ഇല്ലായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ട നിലയിലായിരുന്നു. എല്ലാ വാതിലുകളും അടഞ്ഞ ഒരു നിലയിലായിരുന്നു എൻ്റെ ജീവിതം. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റിനെ പറ്റി ഞാൻ ചിന്തിക്കാൻ പോലും നിന്നില്ല. വളരെ ലക്ഷങ്ങൾ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ എൻ്റെ പള്ളിയിലെ പാസ്റ്റർ പറഞ്ഞു, ലിജു ഒരു കാര്യം ചെയ്യ്, ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്ക്, അപ്പോൾ ആ പണമൊന്നും ഒരു പ്രശ്നമായി വരത്തില്ല, ദൈവം അതിനെല്ലാം വാതിലും വഴി ഒരുക്കുമെന്ന് എൻ്റെ പള്ളിയിലെ പാസ്റ്റർ പറയുവാനിടയായി. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ ഹിതം ഒരു ട്രാൻസ്പ്ലാന്റിലൂടെയാണ് എനിക്ക് വിടുതൽ വരുന്നതെങ്കിൽ അങ്ങയുടെ ഹിതത്തിനായി വിട്ടുതരുന്നുവെന്ന് ഞാൻ ദൈവത്തോട് പറയുവാനിടയായി. എന്നാൽ ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ എൻ്റെ അക്കൗണ്ട് 0 ബാലൻസ് ആയിരുന്നു. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുവാനിടയായി. സ്തോത്രം. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞു. കോവിഡ് സമയമായിരുന്നു. എല്ലാ ഓഫീസുകളും ലോക്ക്ഡൗൺ സമയമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ചില കടകളും ഓഫീസുകളും എല്ലാം ദൈവം തുറന്നു തന്നു. അങ്ങനെ വിജയകരമായിട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഇപ്പോൾ ദൈവം നിങ്ങളുടെ മുന്നിൽ എന്നെ ജീവനോടെ നിർത്തിയിരിക്കുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ സ്ട്രോക്ക് വരുവാനിടയായി. എൻ്റെ വലത് കൈയും വലത് കാലും തളർന്നു പോയ അവസ്ഥയായിരുന്നു. ഡോക്ടർമാർ വിധി എഴുതി കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും എൻ്റെ കാലിൻ്റെ ചെറുവിരൽ നനക്കാൻ വേണ്ടി. എന്നാൽ എനിക്ക് ഉള്ളിലൊരു ഉറപ്പുണ്ടായിരുന്നു, ഇത്രയൊക്കെ ആപത്ത് വന്നിട്ടും അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കാണേണ്ട അവസ്ഥകൾ വന്നിട്ടും ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ചത് കൊണ്ട് ഈ സ്ട്രോക്ക് വന്ന് തളർന്നു പോയത് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വിഷയമേ അല്ലായിരുന്നു. അതുകൊണ്ട് ഡോക്ടർമാരുടെ വാക്ക് കേട്ട് ഞാൻ പതറിയില്ല. ഞാൻ മനോധൈര്യം കൈവിടാതെ ഉറച്ചു തന്നെ നിന്നു. ഒരാഴ്ച ശ്രീചിത്രയിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ തിരിച്ച്
ഞാൻ ഭവനത്തിലേക്ക് നടന്നാണ് കയറി വന്നത്. സ്തോത്രം. ദൈവം ഇത് അത്ഭുതം, ദൈവപ്രവൃത്തി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഡോക്ടർമാരുടെ മിടുക്കോ അല്ലെങ്കിൽ ഞാൻ കഴിച്ച മരുന്നിന്റെ ഗുണമോ ഒന്നും കൊണ്ടല്ല ഞാൻ ആ ഒരാഴ്ച കൊണ്ട് നടക്കുവാനിടയായത്. ദൈവത്തിന്റെ അത്ഭുതം ഒന്നുകൊണ്ട് മാത്രമാണ്, കൃപയും കരുണയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനന്ന് നടന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഒരു ആഴ്ച കൊണ്ട് നടക്കുകയും ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ 2 വീലർ ഓടിച്ച് തുടങ്ങുകയും ചെയ്തു. ദൈവപ്രവൃത്തി അല്ലാതെ ഒന്നും പറയാനില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ കൈവിട്ടെന്ന് വന്നേക്കാം, നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ കൈവിട്ടെന്ന് വന്നേക്കാം. എങ്കിലും നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, ഇന്നും ജീവിക്കുന്നു. ആ ദൈവം അത് നമ്മുടെ കർത്താവ് യേശുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യർക്കിടയിൽ ഭൂമിയുടെ മീതെ ഏക ഒരു നാമമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ അല്ലെങ്കിൽ മദ്യത്തിലും മയക്കുമരുന്നിൽ ആശ്രയിക്കാതെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.